ഹലോ, വെൽക്കം ടു മൈ ചാനൽ വോയേജ് വിത്ത് ഗായ്മ. ഇവിടെ നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ യാത്രയാണ്, പഴമ നിറഞ്ഞ കാറുകളുടെ ഒരു ലോകം. സോ നമ്മൾ ഇവിടെ ഉള്ളത് കോയമ്പത്തൂരിലുള്ള GD കാർ മ്യൂസിയമാണ്. ആക്ച്വലി ഇവിടെ സയൻസ് കുറേ മ്യൂസിയമിൻ്റെ ഒരു ഭാഗമായിട്ട് കാറിൻ്റെ ഒരു മ്യൂസിയമായിട്ടുള്ള ഒരു പ്ലേസാണ്. മ്യൂസിയം ഉള്ള സ്ഥലം കോയമ്പത്തൂരിലാണ്. അതിൻ്റെ മെയിൻ അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിൻറ്റേജ് കാർസ്, ആൻറ്റിക് മോഡൽസ്, ഇതൊക്കെയാണ് ഈ വ്ലോഗിന്റെ മെയിൻ ഫോക്കസ്. വെറുതെ പ്രതിമയോട് വർത്തമാനം പറയുന്ന ആ കൊച്ചിന്റെ പേര് നമുക്കറിയില്ല, പക്ഷെ പുള്ളിക്കാരി നമ്മുടെ ബെൻസിന്റെ ഭാര്യയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കുറെ കാറുകളൊക്കെ കണ്ടാലോ. ഇവിടെയുള്ള പല കാറുകളും കാണാൻ നമ്മളെ അങ്ങോട്ട് ഒരു എക്സൈറ്റ്മെന്റഡ് ആക്കും. കാരണം അങ്ങനെയായിരുന്നു അവിടുത്തെ പല കാറുകളും കാണാൻ. ഇങ്ങനെയൊക്കെ കാറുകൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. എനിക്ക് ഈ കാറൊക്കെ കാണുമ്പോൾ എന്തോ ജെംസ് മിഠായി പോലെയായിരുന്നു. അത്രയ്ക്ക് നല്ല യൂണിക് കളറായിരുന്നു അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എല്ലാ 90s കിഡ്സിനും അറിയുന്ന ഒരാള് നമ്മുടെ മിസ്റ്റർ ബിൻ, മൂപ്പരുടെ മോട്ടറൈസ്ഡ് ബൈസൈക്കിൾ അടക്കം അവിടെ ഉണ്ട് കേട്ടോ. അധികം പിന്നെ കണ്ടത് നമ്മുടെ ബെൻസിന്റെ പണ്ടത്തെ മോഡലൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ആ കാറൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇപ്പൊ വേണം എന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. കാറിനെ കുറിച്ച് അധികം എനിക്കറിയില്ല, പക്ഷെ കാറിനെ പറ്റി പഠിക്കാൻ എനിക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പല സിമ്പിളൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ പറയാറുണ്ട്, ഈ കാറാണെന്നൊക്കെ. ഒരു ഓൾഡ് ഇഞ്ചിന്റെ സൗണ്ട് കേട്ടാൽ ചില മെമ്മറീസ് തിരിച്ചു വരുന്നുണ്ടോ? അങ്ങനെയുള്ള കാർ ലവേഴ്സിന് ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. പിന്നെ നമ്മളെ പോലെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാറിന്റെ ഡിസൈൻസ് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഡിസൈൻ മാത്രമല്ല, എന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞുള്ള കാറ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അങ്ങോട്ട് പൊങ്ങി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാറ് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് മനസ്സങ്ങോട്ട് അലിഞ്ഞു. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഈ കൊടുത്തിരിക്കുന്ന കളർ എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ്. നമ്മൾ അങ്ങോട്ട് വീണ് പോകും ആ കളർ കണ്ടിട്ട്. പിന്നെ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, പെട്ടെന്ന് എന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ആയത് കൂടെ പടത്തിൽ പൃഥ്വിരാജേട്ടനും നസ്രിയ ചേച്ചി പോകുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, അതേപോലെ ഉണ്ടായിരുന്നു ആ വണ്ടി കാണാൻ. പഴയ കാറുകളുടെ ഓർമ്മ നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ആൻഡ് ബി പാർട്ട് ഓഫ് ദിസ് വിന്റേജ് ജേർണി. ബൈ ഓൾ.